നമസ്കാരം. ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി ഈ മുസ്ലിം ലീഗ് എങ്ങനെ പൊരുത്തപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ സമീപകാലത്തെ രാഷ്ട്രീയ ഒരു വൈജാത്യം എന്ന് പറയുന്നത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നത് പിണറായി വിജയൻ്റെ ഒരു ഇതാണത്, ഒരു പ്രസംഗത്തിൽ വന്നതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നതിന് ശേഷമാണ് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് എന്നാണ്. അത് ശരി തന്നെയാണ്. പത്രദ്വാര കാര്യങ്ങൾ കാണുമ്പോൾ ഒക്കെ ശരി തന്നെയാണ്. എങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുസ്ലിം ലീഗിന് കൂട്ടുകൂടാൻ പറ്റും? അത് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. പൂർവ്വകാല ചരിത്രം ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് മുസ്ലിം ലീഗ് ഇത്രയും കാലം കടന്നു വന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, അവരൊരു മതരാഷ്ട്രവാദമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഒരുപാട് മുസ്ലിം തീവ്ര സംഘടനകളുണ്ട്. SDPI പോലത്തെ. SDPI എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ പിറവിയാണ്. അതായത് RSSൻ്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ മറുപടിയില്ലാത്ത ആക്രമണങ്ങൾ കണ്ട് സഹികെട്ട് മുസ്ലിം യുവാക്കളിൽ നിന്ന് തീവ്രത പൊട്ടിപ്പുറപ്പെട്ട് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് SDPI. സമീപകാലത്ത് രൂപം കൊണ്ടതാണ്. നമുക്കറിയാം അതിൻ്റെയൊക്കെ അത് ആദ്യം അത് NDF എന്നും പിന്നെ അത് പോപ്പുലർ ഫ്രണ്ട് എന്നും അങ്ങനെ പല രൂപത്തിലൊക്കെ വന്നു. അതിപ്പോൾ നിരോധിക്കപ്പെട്ടെങ്കിലും SDPI എന്നത് രാഷ്ട്രീയ രൂപമായതുകൊണ്ട് നിരോധിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ നമുക്ക് പിടികിട്ടും. അതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്നുള്ളതും പിടികിട്ടും. RSS ആക്രമിക്കുന്ന സമയത്ത് ഒന്നിനൊന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ് അവർക്ക്. മണിക്കൂറുകൾക്കകം ദിവസങ്ങൾക്കകം മറുപടി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ അങ്ങനെ അത് രണ്ടും നാശം. രണ്ടും നമ്മുടെ നാടിന് ഈ പെരട്ട പാർട്ടികൾ രണ്ടും ദോഷമാണ്. അത് നമുക്ക് ആ രീതിയിൽ മാറ്റി നിർത്താം. ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ അത് ഒരു എയിമോട് കൂടി പോകുന്ന ഒരു സംഘടനയാണ്. ഒരു മതരാഷ്ട്രവാദമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതൊരു ഭീഷണിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അതില്ല. ആ സംഭവം ഇല്ല. അവിടെ ഇവിടെയൊക്കെ പേരിന് 1-2 അംഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. വലിയ സാഹിത്യമൊക്കെ പറയും സംസാരത്തിൽ. അപ്പോൾ നമുക്ക് തോന്നുന്നു വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. ഭീഷണിക്കുള്ള രീതിയിലുള്ളൊരു ഒരു ഘടകമല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഭീഷണിക്കുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിലും അവരുടെ ആശയം വളരെ തീവ്രമാണ്. ഇങ്ങനത്തെ അതെന്തോ ആവട്ടെ, ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനവുമായിട്ട് എങ്ങനെ മുസ്ലിം ലീഗ് സമരസപ്പെട്ടു പോകും? അതും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്താണത് അതിന് തുടക്കം കുറിച്ചതെന്ന് പറയുമ്പോൾ അത് ഒട്ടും നമുക്കൊരു ലോജിക്ക് കിട്ടുന്നില്ല. ഈ പാണക്കാട് തങ്ങന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു സൗമ്യ സാന്നിധ്യം അത് വേറെ തന്നെ. അത് ഈ ഒരു വിഷയത്തിൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ളൊരു വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ബന്ധം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ഉണ്ടായി എന്നതിനപ്പുറം ഈ സാദിഖ് അലി തങ്ങൾക്ക് ചില പ്രത്യേകതയും കൂടിയുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ. ചില മാറ്റങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ ഈ പാണക്കാട് തങ്ങന്മാർക്കുള്ള ഒരു പൊതുവെയുള്ളൊരു രീതിയുണ്ട്. ആ രീതിയാണ് അവരെ അഭിമന്യരാക്കിയത്, അവർ സമൂഹത്തിലെ ഉന്നതരാക്കിയതും സമൂഹത്തിലെ പൊതുസമൂഹം അവരെ ആ രീതിയിൽ കാണുന്നതൊക്കെ അവർ ആ ഒരു രീതി വെച്ചാൽ. പാണക്കാട് തങ്ങന്മാർ പൊതുവെ അവരവരുടെ തട്ടകത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞത് അവരുടെ ഭാഗത്തില്ലല്ലോ. അവർ പ്രവർത്തിക്കാറില്ല. അവരുടെ ഒരു സ്ഥാനത്തിരിക്കലാണ്. ഇരുന്നിട്ട് ആവശ്യമുള്ളവർ അങ്ങോട്ട് ചെല്ലും. അത് അവരുടെ ആവശ്യമാണെങ്കിലും ചെല്ലുന്നവരാവശ്യമാണെങ്കിലും ഒക്കെ അങ്ങോട്ട് ചെല്ലുക. പാണക്കാട് തങ്ങന്മാരുടെ മുമ്പേക്ക് ചെല്ലുക, അവരുടെ അടുത്ത് പറയാനുള്ളത് പറയുക, കാര്യങ്ങൾ സാധിക്കുക, പോവുക എന്നുള്ളതല്ലാതെ അവരിറങ്ങി നടന്നിട്ടുള്ളൊരു പ്രവർത്തനം ഈ പാണക്കാട് തങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന് നമ്മളിതുവരെ കണ്ടിട്ടില്ല. അത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുതൽ അവിടെ നിങ്ങോട്ടുള്ളൊരു പാരമ്പര്യമാണ് പറയുന്നത്. അതിപ്പോൾ പെട്ടെന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. പഴയ കാലം മുതലേ അങ്ങനെയാണ്. പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് അവരുടെ പോക്ക്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതൽ, അതിൻ്റെ ശേഷം ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നു, ഉമർ അലി ശിഹാബ് തങ്ങൾ വന്നു. അവരുടെയൊക്കെ പോക്ക് അങ്ങനെയാണ്. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരുള്ള ഒരു വിഷയത്തിൽ അവരാണ് ഏറ്റവും വലിയവർ. അത് പൊതുസമൂഹ നിലക്കാണ് കാണുന്നത്. ഇപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ഉള്ള ഒരു വേദിയിൽ അവിടുത്തെ ഏറ്റവും ബഹുമാന്യ വ്യക്തിത്വം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അതിപ്പോൾ ആ വേദിയിൽ ഇനി മുഖ്യമന്ത്രി ഉണ്ടായാലും ശരി, പ്രധാനമന്ത്രി ഉണ്ടായാലും ശരി, അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി.
ആരും അവർക്ക് വഴങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അത് ജാതി മതം നോക്കിയിട്ടല്ല, അത് അവരുടെ ആ ഒരു രീതി അനുസരിച്ച്, അവരുടെ ആ കുലീനത അനുസരിച്ച്. അപ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ എനിക്കൊരിക്കൽ കാണാനിടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെ ഈ ആനച്ചന്തം എന്നൊക്കെ പറയുന്ന പോലെ ആ വരവ്. നമ്മളിപ്പോൾ ഒരു 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 ഉത്സവം കാണുകയാണെങ്കിൽ അതിലേറ്റവും ആകർഷണീയത, ഞാൻ പറഞ്ഞില്ലേ, ആനച്ചന്തം എന്ന് പറയുമ്പോൾ ആനയുടെ വരവും ആ സാന്നിധ്യം, അതുപോലെ ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റേതായ ഒരു ധൃതിയില്ല, ഓടിപ്പാഞ്ഞ് വരവില്ല, ഒരു സൗമ്യം സാന്നിധ്യമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. എന്നാലും പ്രൗഢമാണ്. ആ ഒരു സാന്നിധ്യത്തിലാണ് മുഹമ്മദ് അലി ശിഹാബാണ് ഈ പാണക്കാട് കുടുംബത്തിന് ഈ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത്. പൂക്കോയ തങ്ങളെ കാലഘട്ടത്തിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു രീതിയല്ല. അന്ന് ആത്മീയതയുടെ നിറകുടമാണ് ഈ പൂക്കോയ തങ്ങൾ. പഴയ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അനുഭവമില്ല. പക്ഷേ ശിഹാബ് തങ്ങളുടെ കാലത്താണ് ഈ സ്വീകാര്യത സമൂഹത്തിൽ പാണക്കാട് കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തത്. ശിഹാബ് തങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഊക്കുകൊണ്ട് കിട്ടിയതാണ്. അതിനുശേഷം പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ പിന്നെ രണ്ടാമനായിട്ടും മൂന്നാമനായിട്ടും നാലാമനായിട്ടും ഒക്കെ താഴെയുള്ള തങ്ങന്മാരൊക്കെ ഉണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം ശിഹാബ് തങ്ങൾക്ക് പിന്നെ ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഹൈദരലി ശിഹാബ് തങ്ങളാണെങ്കിലും ആ ഒരു നിലയും വിലയും കളയാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പ്രവർത്തിച്ചു. ആ കുടുംബത്തിന് ഒരു പോറലേറ്റിട്ടില്ല. പിന്നീട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലം വരുമ്പോൾ ഒന്ന് ശൈലി മാറുക. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇറങ്ങി പ്രവർത്തനം പാണക്കാട്ട് തങ്ങന്മാരങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പണ്ടൊന്നും. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനമേറ്റ ഉടനെ തന്നെ ഒരു പര്യടനം, എല്ലാ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ, ഓരോ ഗ്രാമങ്ങളിലും ഒരു കേരളം മൊത്തം പര്യടനം. ആ പര്യടനത്തിലൂടെ ഒരു പ്രചാരണം, എന്നിട്ട് പൗരപ്രമുഖരുമായിട്ടൊരു പ്രാതൽ, പിന്നെ മതപുരോഹിതരുടെ ഒക്കെ കാണുക, അങ്ങനെ ഒരു യാത്ര. അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. ഈ പാണക്കാട് തങ്ങന്മാർ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഇറങ്ങി പ്രവർത്തനം നടത്താറില്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അവരുള്ള ഒരു വിഷയത്തിൽ അവരാണ് ഏറ്റവും ഉന്നതിയിൽ ആ വിഷയത്തിൽ ഉണ്ടാവുക. അത് ഏത് വിഷയമാവട്ടെ, ഒരു യോഗമാകട്ടെ, ഒരു സമ്മേളനമാകട്ടെ, ഒരു മധ്യസ്ഥ വിഷയമാകട്ടെ, ഒരു ഉദ്ഘാടന പരിപാടിയാകട്ടെ, ആ ഉദ്ഘാടനത്തിൽ പിന്നെ മുഖ്യ കർമ്മം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യല. പിന്നെ അവിടെ വേറെ പല പരിപാടികളും നടക്കും. അതായത് ആദ്യ വിൽപ്പന ഉണ്ടാകും, പിന്നെ അതിൻ്റെ കീഴ് ഷോപ്പുകൾ ഉദ്ഘാടനങ്ങൾ ഉണ്ടാവും, പല സെക്ഷൻ്റെ ഉദ്ഘാടനങ്ങൾ പലതും ഉണ്ടാവും. പക്ഷേ അവിടെയൊക്കെ ഏറ്റവും മുഖ്യം ഒരു ഉദ്ഘാടന വേദിയാണെന്നുണ്ടെങ്കിൽ പാണക്കാട്ട് തങ്ങന്മാരായിരിക്കും. പാണക്കാട്ട് നിന്ന് ആരും എന്നുള്ളതില്ല. പാണക്കാട്ട് നിന്ന് ഏറ്റവും ചെറിയ തങ്ങളാണെങ്കിൽ പോലും അവിടെ ഉദ്ഘാടനത്തിൻ്റെ മെയിൻ പൊസിഷനിൽ അവരാവും, അല്ലേ? ഒരു സമ്മേളന വേദിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരാണ് അവിടുത്തെ ഏറ്റവും പിന്നെ ഒരു അധ്യക്ഷൻ അവരായിരിക്കും, അല്ലെങ്കിൽ ഉദ്ഘാടകനാകും. അതിൽ താഴ്ന്ന ഇത് അവർക്ക് കൊടുക്കാറില്ല. അപ്പോൾ അത്രയും ഒരു ആദരണീയമായിട്ട് കൊണ്ടു നടക്കുന്നൊരു കുടുംബമാണ് മലബാർ ഏരിയയിൽ, ഈ മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ ആണെങ്കിൽ തന്നെ അന്യമതസ്ഥര ജാതി മതഭേദമന്യേ ആ ഒരു അർത്ഥത്തിലാണ് അവരെ കാണുന്നത്. അപ്പോൾ ഈ സാദിഖിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ കണ്ട ഒരു ഉദാഹരണം. ഇപ്പോൾ ഈ മൻമോഹൻ സിംഗ് മരണപ്പെട്ട സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി സംഘം പോയി. ആ പോയ കൂട്ടത്തിലും സാദിഖ് അലി തങ്ങളുണ്ട്. അങ്ങനെയൊന്നും പാണക്കാട്ട തങ്ങന്മാർ പോകാറില്ല. പാണക്കാട്ട തങ്ങന്മാർ മുസ്ലിം ലീഗിൻ്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ടീമായിട്ട് പോകുന്ന കൂട്ടത്തിലും പോലില്ല. അവർ പാണക്കാട്ടിരിക്കും. പോകുന്നവർ അവിടുന്ന് നടത്തുന്ന കാര്യങ്ങൾ ഇവിടുന്ന് സമ്മതം വാങ്ങിയിട്ടും ഇവിടെ അറിയിച്ചുകൊണ്ടും നടത്തും എന്നുള്ളതല്ലാതെ പാണക്കാട്ട തങ്ങന്മാരങ്ങനെ ഒരു ടീമിലൊന്നും പോയി നമ്മൾ കാണാറില്ല. ഇപ്പോൾ മൻമോഹൻ സിംഗ് മരിച്ച സമയത്തും അവിടെ ഫോട്ടോ കണ്ടപ്പോൾ അതിൽ സാദിഖ് അലി തങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി ടീമായി പോയ കൂട്ടത്തിൽ. അതുപോലെ ഡൽഹിയിൽ പല ചർച്ചക്കും സാദിഖ് അലി തങ്ങൾ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഉണ്ടാവാറില്ല. ആസ്ഥാന നിയന്ത്രണം, അവർ ആസ്ഥാനത്ത് ഇരിക്കുക ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ ലീഗിൻ്റെ
പിന്നെ നിയമസഭാ കക്ഷി നേതാവോ അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതാക്കളോ ഒക്കെ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇതൊരു തെറ്റായ കാര്യമല്ല. ഒരു പാർട്ടി പ്രസിഡൻറ്റിനെ സംബന്ധിച്ച് അയാൾ മുന്നിൽ നടക്കുന്നത് ഒന്നും തെറ്റായ കാര്യമില്ല. ഇതൊക്കെ ഒരു തെറ്റാണ് എന്നൊന്നുമല്ല പറയുന്നത്. പൊതുവേ ഒരു സാധാ കാണുന്ന രീതിയിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു രീതി കണ്ടപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ തോന്നി. ആ തോന്നിയ ഒരു അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്തതേ ഉള്ളൂ. നമുക്ക് മനസ്സിന് തോന്നുന്നതല്ലേ നമ്മൾ പറയാം. അപ്പോൾ അത് വെറുതെ പൊതുസമൂഹമായിട്ട് വെറുതെ ഒന്നിങ്ങനെ സംവദിക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിയില്ല. അതായത് ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ആണ് സാദിഖ് അലി തങ്ങൾ അല്ലേ? ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെ, ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഒരിക്കലും മുസ്ലിം ലീഗുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി സമരസപ്പെട്ട് പോയിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, വെൽഫെയർ പാർട്ടി. സംഭവം അതില്ല, ഒരു പേരേ ഉള്ളൂ. പിന്നെ ആ പേര് തന്നെ ഒരു ഫിറ്റല്ല. കാരണം ഈ വെൽഫെയർ പാർട്ടി എന്നൊന്നും പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പേരിടാൻ പാടില്ല. ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ വല്ല ചാരിറ്റി മാതിരിയൊക്കെയാണ് തോന്നിപ്പോവും. അറിയാത്തൊരാൾ കേൾക്കുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നൊന്നും നമുക്ക്, അതിൻ്റെ പേര് തന്നെ ഒരു സുഖമില്ല. ഏതായാലും ആവട്ടെ, അങ്ങനെ ഒരു പാർട്ടി അവർക്കുണ്ട്. അവർ സ്ഥാനാർത്ഥികളെ നിർത്തലുണ്ട്. എത്ര വോട്ട് കിട്ടിയെന്ന് പോലും ആരും അന്വേഷിക്കാറില്ല. ഇവിടെ SDP എത്ര വോട്ട് കിട്ടി, മദനിൻ്റെ PDPക്ക് എത്ര വോട്ട് കിട്ടി എന്നൊക്കെ പലരും നോക്കാറുണ്ട്. ഇവരെ വോട്ടൊന്നും ആരും നോക്കാറില്ല. കാരണം അത് അതിൽ വലിയ കഥയില്ല എന്നുള്ള നിലക്ക്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലുള്ളൊരു പാർട്ടിയിൽ തന്നെ പിന്നെ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തന്നെ എണ്ണത്തിലില്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു 2 ആളുണ്ട് എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്കില്ല, ഒരു ശക്തിയല്ല. പക്ഷേ അവരാശയം ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിൻ്റെയും കഥ അത് തന്നെ. ഇപ്പോൾ ഈ മദനയുടെ PDPക്ക് പോലും അവിടെ ഇവിടെയൊക്കെ PDP ആണെന്നും പറഞ്ഞ് 4 പേരെ കാണാം. പക്ഷേ ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ല എന്തെങ്കിലുമൊക്കെ പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമ്പോൾ കൊടിയും പിടിച്ച അങ്ങാടിയിലൊക്കെ കാണാമെന്നുള്ളതല്ലാതെ നമ്മൾ ഇലക്ഷൻ സമയത്തൊരു വലിയ ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു വലിയ നമ്മൾ ഒരു മൂവ്മെൻറ്റ്സോ ആയിട്ട് നമ്മൾ എവിടെയും കാണാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ല, അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രസ്ഥാനത്തെ മുസ്ലിം ലീഗ് അവരെ ഉൾക്കൊള്ളുക, അതിന് സാദിഖ് അലി തങ്ങൾ കാർമ്മികത്വം, സാദിഖ് അലി തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ വന്നു എന്ന് പറയാം. അപ്പോൾ സാദിഖ് അലി തങ്ങൾ തങ്ങളുടെ കാലഘട്ടത്തിൽ വരും എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ പാണക്കാട് കുടുംബത്തിൻ്റെ ആ ഒരു ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിലൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് ഈ കുറേയൊക്കെ ഈ വിമർശനങ്ങൾക്കും പാണക്കാട് കുടുംബം വിമർശനത്തിന് അതീതമല്ല എന്നിപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങി പറഞ്ഞു തുടങ്ങിയല്ലോ. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ തങ്ങളെ വിമർശിക്കാൻ പാടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ. അതൊക്കെ ഇതിൻ്റെ പേരിൽ വരുന്നതാണ്. അവനവൻ അങ്ങനെ ഉണ്ടല്ലോ, പൊതുവേ ഒരു ചൊല്ലുണ്ട്, അവരവരിക്കേണ്ടടുത്ത് ഇരിക്കണം എന്നുള്ളൊരു ഇത്. പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. കാരണം എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിക്കൂലേ? നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ പല തെറ്റിദ്ധാരണയ്ക്കും ഇടവരില്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കാം കുഞ്ഞാലിക്കുട്ടിയെ പോലെ സാന്ദർഭിക ബുദ്ധിയുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് അവസരോചിതമായിട്ട് പെരുമാറാനറിയാം. ഇന്നയിടത്ത് ഇന്നത് എന്നറിയുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷേ പറഞ്ഞു കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? അപ്പോൾ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിക്കാനും നേരാക്കാനും ചിലപ്പം കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും സംശയിച്ചു പോകുന്ന രീതി പറയാൻ പഠിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അത് അപകടമാണ് ചെയ്യുക, യാതൊരു സംശയമില്ല. സാദിഖ് അലി തങ്ങൾ അതിന് കൂട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷമാണ്. പാണക്കാട്ട് തങ്ങന്മാരെ ആശീർവാദത്തോടു കൂടി തന്നെ അത് നടക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചിലപ്പം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കും. അത് സ്വാഭാവികമാണ്. അത് ഈ വോട്ടിന് വേണ്ടി അത് ചിലപ്പം RSSൻ്റെ വോട്ടോ BJPൻ്റെ വോട്ടോ SDPIൻ്റെ വോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് ഈ PC ജോർജ് വലിയ മുസ്ലിം വിരോധിയാണ്. അത് പ്രഖ്യാപിത മുസ്ലിം വിരോധിയാണ് ഈ PC ജോർജ്. അയാൾക്ക് ഉളുപ്പില്ലാതെ വിളിച്ച് പറയുന്നൊരു കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അയാൾ പോലും ഒരിക്കൽ അവിടെ വിജയിച്ചത് SDPIൻ്റെ വോട്ട് കിട്ടിയിട്ടാണ്. SDPI പിന്തുണച്ചിരുന്നു. ഇപ്പോൾ പിന്തുണക്കൂല. അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, സന്ദർഭം, സാഹചര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലെ വോട്ട് വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് കിട്ടി, വിജയിച്ചു, വാങ്ങി, അതല്ല വിഷയം. ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടൊരു
സമരസപ്പെട്ടു പോകുക പരസ്യമായിട്ട് എന്നുള്ളത് അത് മുസ്ലിം ലീഗിന് ദോഷം ചെയ്യും. അത് ശരിയായ ഒരു നിലപാടുമല്ല. ഓക്കെ.